ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുന്നത് ബെല്ല വിറ്റ ലക്ഷറി ഹണി ഊത്ത് എന്ന പെർഫ്യൂമാണ്. ഞാൻ മുമ്പ് ബെല്ല വിറ്റിന്റെ ഇങ്ങനെ ഒരു ബോക്സ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, 10 പെർഫ്യൂംസ് ഉള്ള. സോ ഇത് ഞാൻ അന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് അതിൽ ഇന്ന പെർഫ്യൂംസ് ഉണ്ട് എന്ന് മാത്രം പറഞ്ഞു പോയി. അപ്പോൾ അതിൽ നിന്ന് ഞാനിങ്ങനെ ഇടയ്ക്ക് ഓരോന്നൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കും എങ്ങനെയുണ്ട് ഇതിന്റെ ഫ്രാഗ്രൻസ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രാഗ്രൻസ് ആണ് ഈ ഹണി ഊതിൻ്റെത്. സോ അത് ഇന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ആദ്യം ഇതിനെവിടെ വെക്കട്ടെ. ഓക്കെ, സോ ഹണി ഊത് ഇത് ചെറുതാണ് ഇതിലുള്ളത്, 5 ml ആണ്. ഇത് ഞാൻ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹണി ഊത് അത് എത്രയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹണി ഊതിൻ്റെ ഒരു ഫ്രാഗ്രൻസ് എങ്ങനെയാ വെച്ചാൽ ഇത് നല്ല ഫ്രാഗ്രൻസ് ആണ്. ഇതൊരു ഫ്രഷ് ഹണി ഫ്രാഗ്രൻസ് ആണ് ഇതിൻ്റെ ഓപ്പണിങ്ങിൽ വരുന്നത്. ഇതിലിവിടെ ഇവര് യൂണിസെക്സ് എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷെ ഇതിലോട്ട് ഞാൻ വരാം ഡീറ്റെയിൽസ് ആയിട്ട് ആ കാര്യത്തിലോട്ട്. അപ്പോൾ ഇതൊരു ഫ്രഷ് ഹണി ഫ്രാഗ്രൻസ് ആണ് ഇതിന്റെ ഓപ്പണിങ്ങിലുള്ളത്. ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഹണി പോലത്തെ നമുക്ക് ഫീൽ കിട്ടും. അതിന്റെ മിഡിൽ നോട്ട്സിലേക്ക് വരുമ്പോൾ നമുക്കൊരു അരോമാറ്റിക് ഫ്രാഗ്രൻസും പിന്നെ ഇത്തിരി ഒരു വുഡി ഫ്രാഗ്രൻസും പിന്നെ ഈ ഒരു ഹണി ഒന്നും കൂടി ഡെവലപ്പ് ആകുന്നുണ്ട്. കുറച്ചും കൂടി ഒരു സ്വീറ്റ് ഫ്രാഗ്രൻസ് ആയിട്ട് ഹണി ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അവിടുന്ന് ബേസ് നോട്ട്സിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഇത്തിരി ഒരു വുഡി പ്ലസ് ആംബർ പ്ലസ് ഒരു ഇത്തിരി മസ്കി അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഫ്രാഗ്രൻസും അതിൻ്റെ കൂടെ ആ ഒരു സ്വീറ്റ് നോട്ട്സും, ഇങ്ങനെയാണ് ഈ പെർഫ്യൂം ഉള്ളത്. അപ്പോൾ ഫ്രാഗ്രൻസ് ഞാൻ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു അരോമാറ്റിക് ഒരു പൂക്കളുടെ ഫ്രാഗ്രൻസിൻ്റെ കൂടെ കുറച്ചൊരു ഹണീൻ്റെ ഫ്രാഗ്രൻസും കൂടി ചേർന്നിട്ടുള്ള ഒരു ഇത്തിരി ഒരു വുഡി സ്മോക്കി ടച്ച് വരുന്ന ഒരു പെർഫ്യൂം, അതാണ് ഈ ഹണി ഊത് എന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്തപ്പോഴേ എൻ്റെ മൈൻഡിലേക്ക് കിടന്ന് കളിക്കുന്ന ഒരു പെർഫ്യൂം ഉണ്ടായിരുന്നു. ഇത് ഇന്നതിൻ്റെ ഇൻസ്പയർഡ് ആണ് എന്നുള്ളത്. അത് മറ്റൊന്നുമല്ല, ഇതാണ് സാധനം, JPG സ്കാൻഡൽ പെർഫ്യൂമിൻ്റെ ഇൻസ്പയർഡ് ആണ്. ഈ സ്കാൻഡലിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ വേറെ ചെയ്യാം. സ്കാൻഡൽ എനിക്ക് ഇഷ്ടപ്പെട്ട പെർഫ്യൂംസിൽ ഒരെണ്ണമാണ്, ഫീമെയിൽ പെർഫ്യൂംസിൽ. ഓക്കെ, അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് വെരി ലോങ് ലാസ്റ്റിംഗ് ആണ്. ഞാനൊരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 12+ hours ഫ്രാഗ്രൻസ് നിൽക്കും എന്നുള്ളത്. സോ ഇതിന് 1599 ആണ് ഞാൻ വാങ്ങിച്ച സമയത്ത്. പക്ഷെ ഇപ്പോൾ വില കൂടിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 1600 ചേഞ്ച് എന്തൊക്കെയോ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെയും അവിടെ വെച്ചിട്ട്, അപ്പോൾ ഈ ഹണി ഊതിൽ നിന്ന് വരുന്നത് ഈ JPG സ്കാൻഡൽ പെർഫ്യൂമിൽ ഉള്ള ആ ഒരു ഹണി സ്വീറ്റ് അരോമാറ്റിക് എല്ലാം ഇവിടെയും വരുന്നുണ്ട്. പക്ഷെ ഇതിലൊരു ഇത്തിരി വ്യത്യാസമുള്ളത്, ഇവിടെ ഒരു ഊത് എന്ന് അവർ പേര് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു വുഡി സ്മോക്കി ആയിട്ടുള്ള ഒരു ഊത് പ്ലസ് ആംബർ ടച്ച് നമുക്ക് ഇവിടെ എക്സ്ട്രാ വരുന്നുണ്ട്. പക്ഷെ ഒരിക്കലും എവിടെയും നമുക്ക് ഒരു അറബിക് ഊതിന്റെ ഒരു എന്താ പറയാ ഒരു ഫീലൊന്നും എവിടെയും കിട്ടുന്നില്ല. ഒരു സാധാരണ ഒരു വുഡി ഫ്രാഗ്രൻസ് പോലെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. വളരെ പ്ലീസിങ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. സാധാരണ മുമ്പ് ഞാൻ ബെല്ല വിറ്റന്റെ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്തപ്പോൾ ഞാൻ വളരെ മോശമായിട്ട് അതിനെ പറഞ്ഞിട്ടായിരുന്നു, അത് ഒട്ടും നിൽക്കുന്നില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് ഈ ഒരു പെർഫ്യൂമിൽ കേട്ടോ. എല്ലതും അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല. ഈ ഒരു പെർട്ടിക്കുലർ പെർഫ്യൂമിൽ എനിക്ക് പറയാനുള്ളത്. വേറെയും ചില 20 ml ഒക്കെ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, വീഡിയോ ചെയ്യാം ഏതെങ്കിലുമൊക്കെ ഒരു അവസരത്തിൽ. അപ്പോൾ അതൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത് പറയാനേ കഴിയില്ല. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് നല്ലതാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ, ബാക്കിയുള്ളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടേ പറയുള്ളൂ. അത് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ചിലർ കരുതും ഇതിപ്പോൾ ഞാൻ എന്തിനോ വേണ്ടി പറയുകയാണെന്നുള്ളത്. അങ്ങനെയല്ല. ഹണി ഊത് നിങ്ങൾക്ക് എൻ്റെ വാക്കുകൾ വിശ്വസിക്കാം, ഇത് നല്ല ഫ്രാഗ്രൻസ് ആണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇതിൻ്റെ പ്രൊജക്ഷൻ കാര്യമായിട്ടൊന്നുമില്ല. ഇത് ഞാൻ അപ്ലൈ ചെയ്തത് ഇന്ന്, ഇപ്പോൾ ഈ വീഡിയോ ചെയ്യണം ഇന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. മോർണിംഗിൽ ഒരു 6:15 അല്ലെങ്കിൽ 6:30 അതിനുള്ളിൽ എപ്പോഴും അപ്ലൈ ചെയ്തിട്ട് പിന്നീട് ഞാൻ ഒരു ആഫ്റ്റർനൂൺ ഒരു 12:30 ഒരു 1 o'clock ആ സമയം വരെ ഫ്രാഗ്രൻസ് എൻ്റെ ഡ്രസ്സിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഇങ്ങനെ തിരിയുമ്പോഴേ എനിക്ക് സ്മെല്ല് കിട്ടുന്നുണ്ട്. ഓക്കെ, പക്ഷേ പ്രൊജക്ഷൻ ഇല്ല. ഒരു 45 minutes to ഒരു 1 hour വരെ ഇത് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമുക്കൊരു 6+ hours ഇത് ലാസ്റ്റ് ചെയ്തു. അതിൽ തന്നെ ഞാൻ മോർണിംഗിൽ ഒരു 10-11 ആ ഒരു സമയത്തൊക്കെ ഞാൻ പുറത്തായിരുന്നു. പുറത്ത് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, പറമ്പിലൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ നടന്ന് വെയിലൊക്കെ കൊണ്ട് അങ്ങോട്ടും കൂടെ ഒക്കെ നടന്നിരുന്നു. എന്നിട്ട് പോലും ഫ്രാഗ്രൻസിന് വലിയൊരു പ്രശ്നം എനിക്ക് തോന്നിയില്ല. ഒരു 1 o'clock 1:30 ആ ഒരു സമയം വരെയൊക്കെ അതിന്റെ ഫ്രാഗ്രൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ ആ ഡ്രസ്സിൽ നോക്കിയിട്ടില്ല സ്മെൽ ഉണ്ടോ ഇല്ല എന്നുള്ളത്. എന്തായാലും ഒരു 6 hours ലെവലിൽ ഫ്രാഗ്രൻസ് കിട്ടും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. സോ അതുകൊണ്ടാണ് എനിക്ക് തോന്നിയത് ഇന്ന് തന്നെ ഇതിന്റെ വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ പെർഫോമൻസ് അങ്ങനെയാണ്. അതായത് പ്രൊജക്ഷൻ ഇല്ല, തീരെ പ്രൊജക്ഷൻ ഇല്ല. ഒരു 1 hourന്റെ ഉള്ളിൽ തന്നെ പ്രൊജക്ഷൻ പോകുന്നുണ്ട്, പക്ഷെ ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് അതാണ് ഇതിന് ഞാൻ കണ്ടൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ എന്തായാലും യൂണിസെക്സ് ആയിട്ട് ഓൾ ഒക്കേഷൻസിലേക്ക് പറ്റിയ പ്രൊഡക്റ്റ് ആണ്.
അപ്പോൾ നിങ്ങൾ കരുതും ഈ JPG സ്കാൻഡലായിട്ട് ഇതിപ്പോൾ എങ്ങനെ JPG സ്കാൻഡൽ ഒരു ഫീമെയിൽ പെർഫ്യൂം അല്ലേ, അതെങ്ങനെയാണ് ഇവിടെ യൂണിസെക്സ് ആയത് എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അതിലോട്ട് വരാം എന്നുള്ളത്. സ്കാൻഡൽ നമുക്കൊരു ഫ്ലോറൽ എന്താ പറയുക, ഒരു സ്വീറ്റ് ഒരു ഫ്ലോറൽ ഫ്രാഗ്രൻസ് ഉള്ളതാണ് സ്കാൻഡൽ കേട്ടോ. ഓക്കെ, ഇതിൻ്റെ 10 ml ആണോ 15 ml ആണോ എന്ന് അറിയില്ല, ഓർമ്മല്ല. ഇത് 15 ആവാനാണ് ചാൻസ്. ഓക്കെ, 15 ml ആണ്. അങ്ങനെയാണ് വരുന്നത്. ഈ JPGൻ്റെ പെർഫ്യൂംസ്, അതേപോലെ ഏതായത് നമ്മുടെ പാക്കറോബാൻ്റെ പെർഫ്യൂംസ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. 1 million ഒക്കെ ഇതേ രൂപത്തിൽ വരുന്നുണ്ട്. 15 ml ജെനുവിൻ പ്രൊഡക്റ്റ് ആട്ടോ, അതൊക്കെ ജെനുവിൻ ആണ്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കുറേ സാധനങ്ങൾ എൻ്റെ അടുത്തുണ്ട്. JPG ലിമാൽ ഉണ്ട്, 1 million ഉണ്ട്. പിന്നെ ഇതേ ഷേപ്പിൽ വരുന്ന ഇതേ സൈസിൽ വരുന്ന സാധനങ്ങൾ, പിന്നെ ലീബ്ര, YSL ലീബ്ര, കരോലിന ഹെരേര, ഗുഡ് ഗേൾ, ഈ സാധനങ്ങളൊക്കെ ഞാൻ ഈ ചെറുത് വാങ്ങി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും ഇവിടെ ഈ ഹണി ഊദിന് എന്തുകൊണ്ടാണ് യൂണിസെക്സ് ആയത് വെച്ചാൽ, ഈ ഒരു ഫ്രാഗ്രൻസിൽ നിന്നും ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്കൊരു, ഞാൻ പറഞ്ഞു സ്മോക്കി ആൻഡ് ബൂട്ടി, ഈ ഒരു ഫ്രാഗ്രൻസ് അവിടെ കൂടുതലായിട്ട് വന്നു. സോ അതാണ് ഇതിനെ യൂണിസെക്സ് ആക്കി മാറ്റിയത്. അതായത് ഇവിടെയുള്ള ഫ്രാഗ്രൻസ് ഇതിൽ കിട്ടുന്നുണ്ട്, പ്ലസ് ഇവിടെ ഒരു ഹണി പ്ലസ്, അല്ല ഹണിയല്ല, ഒരു ബൂട്ടി പ്ലസ്, അതായത് ഒരു ഊത് ബൂട്ടി പ്ലസ് ഒരു സ്മോക്കി ഫ്രാഗ്രൻസ്. സോ അതാണ് കാര്യം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ വലുത് വാങ്ങിച്ചാലും മോശമാവില്ല. ഞാൻ എന്തായാലും വലുത് വാങ്ങിക്കും. ഇതിൻ്റെ ഒരു 100 ml അല്ലെങ്കിൽ 20 ml ഒക്കെ വാങ്ങിക്കും. പിന്നെ ഈ ബെല്ലാവീറ്റിൻ്റെ ആ ഒരു പരസ്യമൊക്കെ കാണുമ്പോൾ ഈ മുമ്പ് ആരും എൻ്റെ അടുത്ത് പറഞ്ഞു, ഇയാൾ ഈ പെർഫ്യൂംസും കൊണ്ട് ഇങ്ങനെ നടന്ന് അവിടെ ഇവിടെയൊക്കെ നടന്ന് നമുക്ക് എന്ത് വീഡിയോ കണ്ടാലും മറ്റേ ആദിൽ ഖാദിരി എന്നും പറഞ്ഞായ ഒന്നെങ്കിൽ അയാളുണ്ടാവും, അല്ലെങ്കിൽ ബെല്ലാവീറ്റൊക്കെ ചാർ ഫ്രാഗ്രൻസ്, പാഞ്ച് ഫ്രാഗ്രൻസ് ആയിട്ട് ഇയാളും ഉണ്ടാവും. ഈ 2 മനുഷ്യന്മാരാണ് നമ്മൾ എവിടെ ഇൻസ്റ്റാഗ്രാം തുറന്നാലും പിന്നെ യൂട്യൂബ് തുറന്നാലും ഒക്കെ കാണാറുള്ളത്. അത് പലരും എൻ്റെ അടുത്ത് പറയും, നമ്മളിങ്ങനെ ഈ പെർഫ്യൂംസിൻ്റെ ഒക്കെ ഡിസ്കഷൻസിൽ ഇയാൾക്ക് ഇതിന് കൊടുക്കുന്ന പൈസക്ക് ഇത് പെർഫ്യൂം ഒന്ന് നന്നാക്കി എടുത്തൂടെ. കാരണം മിക്ക പെർഫ്യൂംസും കൊളോണായിട്ടാണ് വരാറുള്ളത്. പക്ഷേ ഇത് കൊളോൺ അല്ല കേട്ടോ, ഇത് ഓടെ പെർഫ്യൂമാണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഓക്കെ, കൊളോണായിട്ട് കൊണ്ടുവന്നിട്ട് വെറുതെ പരസ്യം ചെയ്ത് ഒട്ടും ലാസ്റ്റ് ചെയ്യാത്ത പെർഫ്യൂംസ് ഒക്കെയാണ് അവർ ഇറക്കാറുണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്നൊരു ഡിഫറെൻ്റ് ആയിട്ട് ഈ ഒരു ഫ്രാഗ്രൻസ് എനിക്ക് നല്ലതായിട്ട് തോന്നി. പക്ഷേ എനിക്ക് ഒരു സന്തോഷം നൽകിയ ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ അടുത്തിടെ ഈ ബെല്ലാവിറ്റൻ്റെ ഓണർ, ഐ തിങ്ക് അയാൾ ഓണറാണ് തോന്നുന്നു, അയാളുടെ ഒരു വീഡിയോ ഞാൻ എവിടെ കണ്ടു. അപ്പോൾ അതിൽ അയാൾ പറയുന്നുണ്ട് അയാളെ പെർഫ്യൂംസ് അയാൾ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി എന്നുള്ളത്. കാരണം ഇന്ത്യ എന്നുള്ള പെർഫ്യൂം ഇൻഗ്രീഡിയൻസും നമ്മൾ ഊതൊക്കെ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാറുണ്ടെങ്കിലും പെർഫ്യൂംസ് എക്സ്പോർട്ട് ചെയ്യുക അത്ര ഈസി അല്ല നോർമലായിട്ട്. അതായത് അതിന്റെ ഡയറക്റ്റ് വേണം. അല്ലാതെ പലരും ഗൾഫിലേക്ക് ഇവിടുന്ന സാധനങ്ങൾ അങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകുന്നതിലൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി വെക്കുന്നതൊക്കെയാണ്. ആ കാര്യമല്ല, അതിന്റെ ഒരു ആക്ച്വൽ പാത്തിലൂടെ പെർഫ്യൂംസ് എക്സ്പോർട്ട് ചെയ്യുക. കാരണം ഇന്ത്യൻ പെർഫ്യൂംസിൽ മുമ്പ് ഏതൊക്കെയോ കൺട്രീസിൽ ബാനൊക്കെ ഉണ്ടായിരുന്നു, കാരണം ക്വാളിറ്റി പ്രശ്നം അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇവരതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ബെല്ലാവിറ്റിന്റെ പ്രൊഡക്ട്സ് അവർ വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. അപ്പം എന്തായാലും അത് അവർക്ക് കിട്ടിയ എന്താ പറയുക, ഒരു അക്സെപ്റ്റൻസ് ആണ് അത്. അപ്പം ഇവിടെ പക്ഷേ വലിയ പ്രൈസ് ഒന്നുമില്ല. പുറത്ത് എനിക്ക് തോന്നുന്നു അവർ $10 അങ്ങനെ അതൊക്കെയാണ് ചാർജ് ചെയ്യണത്. എന്നാലും കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറവ് തന്നെയാണ്. അപ്പോൾ എനിവേസ് അതൊക്കെയാണ് ബെല്ലാവിറ്റ ഹണി ഊത്തിൻ്റെ ഡീറ്റെയിൽസ്. ട്രൈ ചെയ്ത് നോക്കിയോളൂ, നല്ല പ്രൊഡക്റ്റാണ്. ബാക്കിയുള്ളതൊക്കെ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും ഓരോന്നോരോന്നായിട്ട് ഒരു മാസത്തിൽ ഒരു വീഡിയോ എങ്കിലൊക്കെ വെച്ചിട്ട് ഞാൻ ഈ ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ ഇതെല്ലാം വീഡിയോ ചെയ്ത് തീർക്കാം. സോ എനിവേസ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.